നമഃശിവായ. അമ്മയുടെ സന്ദേശം. ഒരിക്കൽ ഒരു വൃദ്ധസദനത്തിലെ അന്തേവാസികളും അനേകം അതിഥികളും അവിടുത്തെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരാൾ പരിപാടി നടക്കുന്ന ഹാളിൽ കടന്നു വന്ന് എല്ലാ ഫാനുകളും ഓഫ് ചെയ്തു. ആ നഗരത്തിലെ പ്രമുഖനായ ഒരു വ്യാപാരി ആയിരുന്നു അയാൾ. അന്തേവാസികളിൽ ഒരാൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഫാൻ ഓഫ് ചെയ്തത്? ഉഷ്ണം സഹിക്കാനാകാതെ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. ഫാൻ ഇട്ടാൽ അല്പം ഒരാശ്വാസം ലഭിക്കുമായിരുന്നു. വ്യാപാരി പറഞ്ഞു, ഈ വൃദ്ധസദനത്തിലെ എല്ലാ ഫാനുകളും ഞാൻ സംഭാവന ചെയ്തതാണ്. അതിലൊക്കെ എൻ്റെ പേര് എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ഏത് സമയവും ഫാനുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നാൽ എൻ്റെ പേര് ആരും കാണുകയില്ല. ഞാൻ ദാനം ചെയ്ത കാര്യം ഇന്നത്തെ പരിപാടി കാണാനെത്തിയവർ അറിയട്ടെ. ഈ കഥയിലെ വ്യാപാരി ചെയ്ത ഇത്തരം ദാനത്തെ ദാനമെന്നു വിളിക്കാനേ കഴിയില്ല. പ്രശസ്തിക്കു വേണ്ടിയോ മറ്റ് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ ദാനം ചെയ്യുമ്പോൾ ആ ദാനം കച്ചവടമായി അധപ്പതിക്കുന്നു. ദാനത്തിൻ്റെ പുണ്യം പോലും നഷ്ടപ്പെടാനേ ഇത്തരം മനോഭാവം ഉപകരിക്കൂ. ദാനം ചെയ്യുമ്പോൾ അത് ഈശ്വരനെ സേവിക്കാനുള്ളൊരവസരമായി കരുതണം. ആദരവോടെ വേണം ദാനം ചെയ്യുവാൻ. ദാനം സ്വീകരിക്കുന്നവരിൽ ഈശ്വരനെ ദർശിക്കുവാൻ നമുക്ക് കഴിയണം. സാധുക്കളോടുള്ള കരുണയും കഷ്ടപ്പെടുന്നവരോടുള്ള അലിവുമായിരിക്കണം ദാനത്തിനും സേവനത്തിനുമുള്ള പ്രചോദനം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ പ്രാർത്ഥനയോടൊപ്പം നല്ല കർമ്മവും ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ജോലി ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാ, സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. അതുപോലെ ഈശ്വരകൃപയ്ക്കർഹരാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, സഹജീവികളോടുള്ള കാരുണ്യവും നമ്മിലുണ്ടാകണം. ഈശ്വരകൃപയ്ക്കർഹരാകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, സഹജീവികളോടുള്ള കാരുണ്യവും നമ്മിലുണ്ടാകണം. മറ്റുള്ളവരിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് സ്വയം ത്യാഗം സഹിച്ചും സ്വാർത്ഥമായ പ്രതീക്ഷകളില്ലാതെയും ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഏറ്റവും മഹത്തരമാണ്. ഹരി ഓം നമഃശിവായ.